അവാർഡുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവാർഡുകൾ എപ്പോഴും അംഗീകാരം ആണല്ലോ. അത് പക്ഷെ ഒരു ബാധ്യതയായിട്ട് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? അവാർഡുകൾ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സിനിമയുടെ പ്രേക്ഷകന്റെ പ്രതീക്ഷ തന്നെയാണ്. ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്രേക്ഷകനെ തന്നെയാണ് എൻ്റെ ബാധ്യത. അപ്പോൾ അവാർഡിന് വേണ്ടി സിനിമ എടുക്കുന്നവരുടെ പ്രതീക്ഷ, അവരുടെ ബാധ്യത അവാർഡ് കിട്ടുക എന്ന് തന്നെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയിട്ട് സിനിമ എടുക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത. ഞാൻ അവാർഡിന് വേണ്ടി സിനിമ എടുക്കാത്തത് കൊണ്ട് എനിക്കതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല. ഞാനത് ബോധർ ചെയ്യാറുമില്ല. എൻ്റെ സിനിമകൾ, അപൂർവം സിനിമകൾ മാത്രമേ നിർമ്മാതാക്കൾ അവാർഡിന് പോലും അയക്കാറുള്ളൂ. ഞാനങ്ങനെ അവാർഡിന് അയക്കാറില്ല. അത് ഗോഡ് ഫാദർ എന്ന സിനിമയിലുണ്ടായ ഒരു തിക്താനുഭവമാണ്. നാഷണൽ അവാർഡിന്, അന്ന് നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാമേന്മയും ജനപ്രീതിയും നേടിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡിന് ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. ഗോഡ് ഫാദറും ചിന്നത്തമ്പിയുമായിരുന്നു ആ വർഷത്തെ അവാർഡിന്. ആ അവാർഡേ കൊടുക്കണ്ട എന്ന് ജൂറി ചെയർമാനായിരുന്നു, മലയാളിയായിരുന്നു ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ആ അവാർഡേ കൊടുത്തില്ല. 2 സിനിമകൾ സൗത്ത് ഇന്ത്യ ഉള്ളൊന്ന് തമിഴ്, ചിന്നത്തമ്പിയും ഒന്ന് മലയാളവും. അപ്പോൾ ആ ഒരു കാറ്റഗറിക്ക് അവാർഡ്, ആ സിനിമയിൽ എത്ര സിനിമകളുണ്ടോ അതിന് കൊടുക്കാനാണ് അവാർഡ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ അവാർഡേ വേണ്ട, അങ്ങനെ ഒരു അവാർഡിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊല്ലം അവാർഡ് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ അവാർഡിന് അയക്കാറില്ല. അന്ന് നമുക്ക് കുറച്ചൊരു വേദനയെങ്കിലും തോന്നിയെങ്കിലും പിന്നെ തോന്നി നമ്മൾ അവാർഡിന് വേണ്ടിയല്ലല്ലോ എടുത്തത്. നമ്മുടെ സിനിമ 406 ദിവസം ഓടിയിട്ടുണ്ട്. ഈ പറയുന്ന ആരുടെയും സിനിമ 415 ദിവസങ്ങളൊന്നും ഓടിയിട്ടില്ല. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധറിയാം വിടുന്നു. പിന്നെ എങ്കിൽ പോലും അവാർഡുകൾ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1989 എടുത്ത റാംജി റാവു 2013 ഇന്നത്തെ തലമുറയും ടി വിയിൽ കണ്ടിട്ട് ആർത്ത് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അത് അംഗീകാരമാണ്. തീർച്ചയായിട്ടും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഗ്രൂപ്പാണ്. അവർ ബുദ്ധിജീവികളാണ്. അവർക്ക് അവരുടേതായ ടേസ്റ്റുകളുമുണ്ട്, അവരുടേതായ രീതികളുമുണ്ട്. ആ രീതിയിൽ കണ്ടുകിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന സിനിമക്കാണ് അവാർഡ് കൊടുക്കുന്നത്, അല്ലാതെ ഒരു ഭൂരിപക്ഷത്തിനല്ല. ആ ഒരു ചെറിയ ന്യൂനപക്ഷത്തെയും തൃപ്തിപ്പെടുത്താൻ എൻ്റെ സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. അവാർഡ് കിട്ടുന്നത് സന്തോഷം. കിട്ടിയില്ല, നേരത്തെ പറഞ്ഞത് തന്നെ, കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് നിരാശയും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവാർഡിന് അയക്കാറുമില്ല. അവാർഡ് ഈവൻ ഫിലിം ഫെസ്റ്റിവലുകളിൽ പോലും ഞാൻ പോകാറില്ല. അത്തരം സിനിമകളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ CD സംഘടിപ്പിച്ചോ ആണ് കാണുക. ഫെസ്റ്റിവൽ ജീവി അല്ല ഞാൻ. അതായത് അവാർഡുകളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, അവാർഡിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരി ഏറ്റവും എടുത്തു പറയേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ്. എപ്പോഴും ഇന്നും റാംജിറാവ് സ്പീക്കിംഗ് നമുക്ക് ഏതെങ്കിലും ഒരു ചാനൽ വരുമ്പോൾ ആളുകൾ അത് പരസ്യത്തിന് പോലും, പരസ്യ ഇടവേളയിൽ പോലും പോകാതെ ഇരുന്നത് മുഴുമേള കാണുന്നതും അതിനുള്ള അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റൊരു അംഗീകാരം കൂടിയുണ്ട് അങ്ങക്ക്. അങ്ങ് എന്നാണോ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നത് അന്ന് മുതൽ ഈ അവസാന സിനിമ ചെയ്യുന്നത് വരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ചെയ്യുന്നത് വരെയുള്ള ജീവിതത്തിലുടനീളം ആണെങ്കിലും ഒരു അങ്ങേ അടുത്തറിയുന്ന ആളുകൾ പറയുന്നത് ഒരു മാറ്റവും ഇല്ലാത്തൊരു സംവിധായകൻ എന്നാണ്. അന്നുണ്ടായിരുന്ന അതേ മനസ്സും അതേ ചിന്തകൾക്കും വികസിക്കുന്നുണ്ടാവാം, പക്ഷേ ആ പെരുമാറ്റത്തിലെല്ലാം ഇന്നും അതുപോലെ എന്നാണ് അങ്ങയെക്കുറിച്ച് പറയാറ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ച അതേ ആ മാനസികാവസ്ഥ തന്നെയാണ് ഇന്നും എൻ്റെ. പക്ഷെ വളർച്ച ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എൻ്റെ ബേസിക് ആയിട്ടുള്ള കുറെ നേച്ചർക്ക് അതൊക്കെ തന്നെയാണ്. അതൊന്നും ഒരിക്കലും മാറ്റം വരുന്നില്ല. ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, കാരണം അങ്ങയുടെ തന്നെ ഒരു അഭിമുഖത്തിൽ ഞാൻ കേൾക്കാനിടയായി, അച്ഛനമ്മമാരോട് എനിക്ക് അന്ന് പെരുമാറിയ പോലെ ഇന്നും പെരുമാറാൻ സാധിക്കും, ഭാര്യയോട് അന്ന് പെരുമാറിയ പോലെ ഇന്നും പെരുമാറാൻ സാധിക്കും, അതുപോലെ എന്റെ ജനങ്ങളോട് എനിക്ക് അന്ന് എങ്ങനെയാണോ അതുപോലെ ഇന്നും പെരുമാറാൻ സാധിക്കും. അതാണോ ഇതിന്റെ ഒക്കെ ഒരു വിജയം എന്ന് പറയുന്നതും ഈ ഒരു ചിന്തയാണോ? എല്ലാമായിരിക്കും. അങ്ങനെ ഒന്ന് മാത്രമാണല്ല, എല്ലാം ഇങ്ങനെ വിജയം എന്ന് പറയുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ ഗുരുത്വം, പിന്നെ നമ്മുടെ കഠിനാധ്വാനം, ക്ഷമ, പിന്നെ ഈ പറയുന്ന പോലെ ഭാഗ്യം ഒക്കെ ഉണ്ട്. എല്ലാം കൂടി വരുമ്പോഴാണ് നമ്മുടെ ഡിസിഷൻസ് ശരിയാകുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ശരിയാകുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ശരിയാകുന്നത് ഒക്കെ ഈ ഒരു മാനസികാവസ്ഥയിൽ പോകുമ്പോഴാണ്. എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ശരി ചെയ്തത് എന്ന് നമ്മൾ കണ്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ തന്നെ പോയാൽ നമുക്ക് എപ്പോഴും ശരിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു റൂട്ടാണ്. ഇപ്പോൾ സക്സസ്സിനെ എപ്പോഴും അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അതൊരു തിയറി തന്നെ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ പോലെയാണ് ഓൾമോസ്റ്റ് സേവാഗ് കളിക്കുന്നത്, അല്ലേ? സച്ചിനോളം മികവ് വന്നിട്ടില്ലെങ്കിലും സേവാഗും ഒരു അത്ഭുതമാണ്. അപ്പോൾ സച്ചിൻ പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സക്സസ്സിനൊരു റൂട്ടുണ്ട്.
അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കും. അത് മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ ആ റൂട്ട് ആരൊക്കെ ഫോളോ ചെയ്യുന്നു അവർക്കൊക്കെ സക്സസ് ഉണ്ടാവും. അപ്പോൾ അത് തുടക്കം മുതലേ അത് റൂട്ടാണെന്ന് അറിഞ്ഞിട്ടല്ല, അതെൻ്റെ ഒരു രീതി ആയതുകൊണ്ട് ഞാൻ ആ റൂട്ടിൽ തന്നെ പോകുന്നു. ഞാനത് മാറാത്തത് കൊണ്ട് ആ റൂട്ട് അങ്ങനെ വിജയവഴിയായിട്ട് തന്നെ പോകുന്നു. പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ഒന്ന് പറയാം. പുതിയത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലേ ഹൗസിൻ്റെ സിനിമയാണ്. മമ്മൂക്കയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അതിൻ്റെ കഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങും. അടുത്ത ഓണം ആണ് ടാർജറ്റ്. അത് ആഗ്രഹമാണ്. അത് എഴുതി തീർന്നാലേ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹിന്ദി ഉണ്ട്, പിന്നെ ഒരു തമിഴും ഉണ്ട് ഈ വർഷത്തിൽ തന്നെ. പക്ഷേ അതൊന്നും രണ്ടും ഈ വർഷം എന്തായാലും നടക്കില്ല. എങ്കിലും പ്രോജക്റ്റുകൾ അതാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം കുട്ടികളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ്, നമ്മുടെ മലയാള സിനിമ കുട്ടികൾക്കായിട്ട് അങ്ങനെ ഒന്നും സംഭാവന ചെയ്യുന്നില്ല, നല്ല നല്ല സിനിമകൾ കുട്ടികൾക്കായിട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പണ്ടുകാലത്തെ കുട്ടികളുടെ ചിന്തയല്ല ഇന്ന്. ഒരുപാട് ടെക്നോളജി വികസിച്ചിരിക്കുന്നു. കുട്ടികൾ ഏതാണ്ട് മുതിർന്നവരുടെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതും കാര്യങ്ങൾ വീക്ഷിക്കുന്നതും എല്ലാം. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മളുടെ ഈ സിനിമ ലോകത്ത് ഒരു നല്ല സിനിമ ഉണ്ടാവാത്തത്? ഉണ്ടാകുന്നുണ്ട്, അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ താരെ സമീൻ പർ കണ്ടിട്ട് ഇപ്പൊ മലയാളത്തില് ഈ അടുത്തൊരു സിനിമ വന്നു, മനോഹരമായ സിനിമ. പക്ഷെ വളരെ കുറവാണ് വരുന്നത്, വളരെ കുറവാണ്. കുട്ടികൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള സിനിമ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്, വളരെ കുറവാണ്. കാരണം എല്ലാവരുടെയും ടാർജറ്റുകൾ അതാണ്, വ്യത്യസ്തമാണ്. കമേഴ്ഷ്യലി സക്സസ് ആവുക അതാണ് ആദ്യത്തത്, അല്ലെങ്കിൽ അവാർഡ് കരസ്ഥമാക്കുക, അത് രണ്ടുമാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലം എടുത്താൽ എല്ലാവരും ടെൻഷനാകുന്നതും എല്ലാവരും ജോലി എടുക്കുന്നതും കുട്ടികൾക്ക് വേണ്ടിയാണ്, കുട്ടികളെ നന്നാക്കുക. പക്ഷെ സിനിമ എടുക്കുന്നത് മാത്രം കുട്ടികൾക്ക് വേണ്ടിയില്ല. അവരുടേതായ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ്. എങ്കിലും അത്യപൂർവമായിട്ട് ചില സ്പാർക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് റിലീസായ മങ്കിപ്പൻ, അത് അത്തരത്തിലൊരു സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്, കുട്ടികളുടെ സിനിമയാണ്, വളരെ ഇമ്പാക്റ്റ് ഉള്ളൊരു സിനിമയാണ്. അത്തരം സിനിമകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ജനത്തെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകരെ കണ്ടുകൊണ്ടല്ല ഇന്ന് പുതു സംവിധായകർ സിനിമ എടുക്കുന്നത്. ഒപ്പം ചാനലുകൾ അതിനൊരു വില പറഞ്ഞാൽ തന്റെ ഇൻവെസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ താൻ മുടക്കിയതിനേക്കാൾ ലാഭം അതിലുണ്ടാവുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയും സിനിമ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ മൊത്തം ഒരു സിനിമാ മേഖലയെ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആ കലാസൃഷ്ട മൂല്യത്തെ കുറയ്ക്കില്ലേ? തീർച്ചയായിട്ടും. നമ്മളുടെ ടാർഗറ്റ് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കുമല്ലോ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലേ? ഇപ്പം ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നാളെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മളെ കൊണ്ട് കഴിപ്പിക്കാനാണ് നേച്ചർ നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുന്നത്. എല്ലാത്തിനകത്തും വരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ പണം ഉണ്ടാക്കാനാണ് സിനിമ എടുക്കുന്നതെങ്കിൽ എങ്ങനെ പണം ഉണ്ടാക്കാമെന്നേ ഈ എടുക്കുന്നവർ ചിന്തിക്കണം. അപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുന്നത് മുതൽ അവർ ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ 100 രൂപയ്ക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ 100 രൂപ ചിലവാക്കേണ്ട ഒരു സ്ഥലത്ത് 50 രൂപ ചിലവാക്കിയാൽ മതിയോ എന്ന് അവർ മാക്സിമം ശ്രമിക്കും. അത് പറ്റാതെ 60 പറ്റുമോ എന്ന് നോക്കും, അത് പറ്റാതെ 70 പറ്റുമോ. അവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചാണ് അത് ചെയ്യുക. അപ്പോൾ അവരുടെ എയിം അതാണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നവരും എല്ലാ കാര്യത്തിലും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. അത്തരം ആളുകളാണ് ഈ പറയുന്ന നല്ല സിനിമ ഉണ്ടാക്കുക എന്ന എയിമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നല്ല ഫിലിം മേക്കേഴ്സ് എല്ലാവരും ചെയ്യുന്നത്. അത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാൽ മാത്രം പോരാ, പ്രേക്ഷകനും നല്ലതാണെന്ന് തോന്നിയാൽ അവൻ നിലനിർത്തിക്കൊള്ളും ഈ ഇൻഡസ്ട്രിയെ, നമ്മളെ, നമ്മുടെ നിർമ്മാതാവിന്. അങ്ങേപോലെ ഫാസിലിന്റെ അല്ലെങ്കിൽ അതുപോലെ അത്രയും വലിയ പ്രശസ്തരായ മുതിർന്ന സംവിധായകരുടെ കീഴിലൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ എന്താണ് സിനിമാ സംവിധാനം എന്ന് അറിയാതെ സിനിമ സംവിധാനം ചെയ്യാൻ വരുന്ന പൊതു സംവിധായകരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അങ്ങനെ വരുന്നത് ഒരു തെറ്റല്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് ലോകപ്രശസ്തനായ ഇന്ത്യൻ ചലച്ചിത്രകാരൻ സത്യജിത് റോയ് ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും, അല്ലേ? അപ്പോൾ അത്തരം ജീനിയസുകൾ ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. അത് കുറവാണ്. പക്ഷെ എങ്കിൽ പോലും അതൊരു മോശം കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിലും അങ്ങനത്തെ ജീനിയസ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് സിനിമ എടുത്ത് നിർമ്മാതാവിനെയും ഇൻഡസ്ട്രിയെയും വെള്ളത്തിലാക്കുന്നത് കുഴപ്പം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകൻ കാണാൻ വേണ്ടി തന്നെയാണ്. പ്രേക്ഷകൻ കാണാത്തിടത്തോളം അല്ലെങ്കിൽ പ്രേക്ഷകൻ അത് ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം ആ സിനിമയ്ക്ക് പ്രസക്തിയില്ല. അതിനെന്തൊക്കെ
ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ശരിയാണ്. പ്രേക്ഷകൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. ചിലപ്പോൾ ഇന്ന് റിജക്റ്റ് ചെയ്യുന്നത് കാലങ്ങൾക്ക് അപ്പുറത്ത് ചിലപ്പോൾ സ്വീകരിക്കപ്പെടാം. അത് ഈ ചലച്ചിത്രകാരൻ്റെ ദൂരക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ ഈ കാലഘട്ടത്തിന് അപ്പുറത്ത് ചിന്തിച്ച ആളാണ് എന്നുള്ളത് കൊണ്ടാകാം. ആ കാലഘട്ടത്തിലും ഇത് അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇത് എന്നാണ് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മുടെ സംസ്കാരം, കേരളീയ സംസ്കാരവും നമ്മുടെ പൈതൃകവും എല്ലാം ഒരു വിലങ്ങുതടിയായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എല്ലാം നമ്മൾ അകത്ത് നിന്നുകൊണ്ടല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ്റെ അറ്റം വരെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യമായ മര്യാദ നമ്മൾ പാലിക്കണം. അത് എല്ലാത്തിലും വേണം. നമ്മൾ ക്രിയേഷനിലും വേണം, നിരൂപണത്തിലും വേണം. മാന്യത എന്നാണ് അതിന് നമ്മൾ പറയുക, അല്ലേ? വിമർശിക്കുമ്പോൾ പോലും മാന്യത ഉണ്ടാവണം. നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടേതായ ഒരു സംസ്കാരം, മാന്യത ഉണ്ടാവണം. ആ മാന്യത ഇല്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ അങ്ങനെ മറ്റൊരാളെ ഹനിക്കുക, മറ്റൊരാളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ വേദനിപ്പിക്കുക, അത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും. ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ NTV പ്രേക്ഷകർക്ക് വേണ്ടി വലിയൊരു വിരുന്ന് തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് സാറ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ എന്താണ് പറയുക? സിനിമകൾ കാണുക, എല്ലാ സിനിമകളും കാണുക, അതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നവവത്സര ക്രിസ്മസ് ആശംസകൾ. ഒപ്പം ഒരുപാട് വിജയങ്ങളും തുടർന്നുള്ള സിനിമകളിലൂടെ ഞങ്ങൾക്ക് നൽകാൻ, അല്ലെങ്കിൽ ഒരുപാട് വിജയങ്ങൾ അങ്ങേ തേടി എത്തട്ടെ. നല്ല നല്ല സിനിമകൾ, ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഒരുപാട് നല്ല കലാമൂല്യമുള്ള, ഒപ്പം ഹാസ്യത്തിന്റെ മേൻപൊടിയും, പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങയുടെ കയ്യിൽ നിന്ന് ഹാസ്യത്തിന്റെ മേൻപൊടി തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിനിമകൾ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കട്ടെ. ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും അങ്ങേ തേടി എത്തട്ടെ. നമസ്കാരം.